നമസ്കാരം. ക്ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ് കുഞ്ഞു എന്താ പറയുക ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് ചൊല്ലി സ്തുതിക്കേണ്ട കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. ആ ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദയ ഭാവയാമി. വൃന്ദാവന യാത്രയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇത്. വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിച്ചതിലുള്ള എല്ലാ സന്തോഷവും കണ്ടു തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. കാരണം എനിക്ക് വീഡിയോ ആയിട്ട് ഞാൻ മനുവേട്ടനെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങളൊരു 58 പേരാണ് ഉണ്ടായിരുന്നത് വൃന്ദാവന യാത്രയിൽ. ടോട്ടൽ ഞങ്ങൾ 71 പേര് പോയി. 58 പേരാണ് ഞങ്ങൾ എന്താ പറയുക യാത്രയുടെ ആളുകളായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുക്ക് ചെയ്യാനുള്ള ആൾക്കാർ, പിന്നെ അവിടെ കൊണ്ടുപോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ടാണ് ഒരു 71 പേരുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് വൃന്ദാവനമൊക്കെ കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഒന്നും കണ്ടില്ല കേട്ടോ, എങ്ങനെയും പറയാലോ. കാരണം എന്താ വെച്ചാൽ വൃന്ദാവനത്തിൽ എവിടെ തിരിഞ്ഞാലും ഭഗവാനാണ്. എല്ലായിടത്തും കാണേണ്ട ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം എനിക്ക് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഗൂഗിളും ഒക്കെ എപ്പോഴും നമ്മുടെ ലൊക്കേഷൻസ് അവർ ക്യാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൊക്കേഷൻ കുറച്ച് ദിവസം നോർത്തിലായ കാരണമായിരിക്കും എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വൃന്ദാവൻ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസാണ്. അപ്പോൾ അതിൽ ഞാൻ കാണാത്ത കുറേ അമ്പലങ്ങളെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൃന്ദാവനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 4 ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലമല്ല, ഒരുപാടുണ്ടെന്ന്. അത് ശരിയാണ്, ഒരുപാടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെന്നത് നിധിവനത്തിലേക്കാണ്. ഞാൻ ഇന്നലെ മെസ്സേജ് വിശദമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾക്കാണ് ഇനി കൂടുതലായിട്ട് പറയേണ്ടത്. നിധിവനം എന്ന് അല്ലെങ്കിൽ മധുവനം, തുളസീവനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രാസലീല നടന്ന സ്ഥലം എന്നാണ് പറയാറുള്ളത്. രാധാദി ഗോപികമാരോടൊപ്പം ഭഗവാൻ രാസലീല നടത്തിയ സ്ഥലം അല്ലെങ്കിൽ ഇന്നും നടക്കുന്ന സ്ഥലം എന്നാണ് നിധിവനത്തിനെ കുറിച്ച് പറയാറുള്ളത്. രാത്രി ഒരു 8:30 കൂടിയിട്ടാണ് അവിടുത്തെ നട അടയ്ക്കുക. നിധിവനം എന്ന് പറയുന്നത് ഒരു വൃക്ഷങ്ങളുടെ അതായത് ഒരു വനം തന്നെയാണ്, ഒരു കുഞ്ഞു വനം പോലെ തന്നെയാണ്. ഇരുവശങ്ങളിലും നിറയെ മരങ്ങളും വൃക്ഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിന് നടുവിലൂടെയാണ് നമ്മൾ നടക്കുക. അത് ഈവനിങ് ടൈമിലാണ് പോയെന്നുള്ളതുകൊണ്ട് ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ 7 മണി ആ സമയമാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി കണ്ടു. രാധാദേവിയുടെ അലങ്കാര മുറിയുണ്ട് അവിടെ, അതൊക്കെ കാണാനിടയായി. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഈ നിധിവനം കണ്ടത്. കാരണം ഇന്നും അവിടെ രാസലീല നടക്കുന്നുണ്ട്. 8:30-ക്ക് ശേഷം അവിടെ ആരും പോകാൻ പാടില്ല എന്നാണ്. നിധിവനത്തിൻ്റെ അവിടേക്ക് ആരും പോകാൻ പാടില്ല. അതിനെ ലംഘിച്ചുകൊണ്ട് പോയ ആളുകൾക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാതാവുകയോ ചെയ്ത അനുഭവങ്ങളാണ് ഉള്ളത്. കാരണം ഇന്നും ഭഗവാനും ഗോപികമാരും രാത്രി കാലങ്ങളിൽ അവിടെ എത്താറുണ്ടെന്നും രാസലീല നടക്കാറുണ്ട് എന്നും പറയാറുണ്ട്. ഈ നിൽക്കുന്ന ഓരോ വൃക്ഷങ്ങളും ഓരോ ഡാൻസിൻ്റെ പോസ് മാതിരിയാണ് നിൽക്കുന്നത്. പിറ്റേന്ന് അതൊക്കെ മാറി വേറെ രീതിയിൽ ഷേപ്പ് മാറാറുണ്ട് അത്രേ. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു പൊട്ടിത്തെറിപ്പാണല്ലേ ഉണ്ടാവാറുള്ളത്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നിധിവനത്തിൻ്റെ രാവിലത്തെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ അടയ്ക്കാറായപ്പോഴാണ് ഞാൻ പോയി കണ്ടു തൊഴുതത്. രാവിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്തെ ഒരു റീലാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു 4-5 ലഡു ഒരു പാത്രത്തിലാക്കിയിട്ട് രാത്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ താമ്പൂലം, വെറ്റിലടയ്ക്ക, അതുപോലെ കുങ്കുമം, പാല്, ഇതൊക്കെ വെച്ചിട്ടാണ് അടച്ച് പോകുന്ന ആ ഒരു നട. പിറ്റേന്ന് തുറക്കുമ്പോൾ പകുതി പാല് കുടിച്ച രീതിയിൽ 5 ലഡുവിൽ 1 ലഡു കാണാനില്ല, 2 ലഡു കടിച്ച് മുറിച്ച് വെച്ച മാതിരിയുണ്ട്.
താമ്പൂലം ഉപയോഗിച്ച രീതിയിൽ കാണുന്നുണ്ട്. അതൊക്കെ കാണിച്ച് അതൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അപ്പം ഇപ്പോഴും ഭഗവാൻ അത് ഉപയോഗിക്കാൻ അവിടെ രാത്രികാലങ്ങളിൽ എത്തുന്നു എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ആ നിധിവനമാണ് ഏറ്റവും ആദ്യം കാണാൻ സാധിച്ചത്. ഏറ്റവും ആദ്യം എന്നല്ല, ആദ്യത്തെ ദിവസം കാണാൻ സാധിച്ചത്. ഏറ്റവും ആദ്യം ഞങ്ങളവിടെ നന്ദഗാവ് അമ്പാടിയിലെ ഭഗവാന്റെ ഒരു ഗൃഹമാണ് കാണാൻ സാധിച്ചത്. യശോദമ്മയും നന്ദഗോപുരും നമ്മുടെ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയുള്ള ഒരു ആദ്യകാലത്തെ ഒരു ഗൃഹമായിരുന്നു. ആ ഗൃഹം പിന്നീട് മാറിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഗൃഹമാണ് കണ്ടത്. അതൊരു ക്ഷേത്രമാണിപ്പോൾ. അതേമാതിരി മീരാ ഭജൻ സ്ഥലം ആണ് പിന്നെ കണ്ടത്. പിന്നെ ഒരു ഗോവിന്ദ്ജി ടെമ്പിൾ ആണ് കണ്ടത്. റെഡ് സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗോവിന്ദ്ജി. മുഗളന്മാരുടെ ആക്രമണത്തിൽ കുറേയൊക്കെ നശിച്ചെങ്കിലും ഇപ്പോഴും ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. റെഡ് സ്റ്റോണിൽ തീർത്തിട്ടുള്ള ഒരു രാധാകൃഷ്ണൻ്റെ അമ്പലം ഗോവിന്ദ്ജി ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നു. അവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഒറിജിനൽ വിഗ്രഹമല്ല, ഈ മുഗളന്മാരുടെ ആക്രമണ കാലത്ത് രാജസ്ഥാനിലേക്ക് മാറ്റിയിട്ടുള്ള വിഗ്രഹമാണ്. ഇപ്പോൾ അവിടെ അതിനുശേഷം വന്ന വിഗ്രഹമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഞങ്ങൾ വൃന്ദാവനത്തിലെ പ്രേം മന്ദിർ, അതാണ് പോയതിൽ ഏറ്റവും എനിക്കിഷ്ടമായത്. പ്രേം മന്ദിറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വൃന്ദാവനം അതാണ് അവിടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് വളരെ വളരെ ഭംഗിയായിട്ട് എല്ലാ കൃഷ്ണലീലകളും, കാളിയമർദ്ദനം, രാസക്രീഡ, ഗോവർദ്ധനോദ്ധാരണം, യശോദമ്മയുടെ കൂടെയുള്ള ഉണ്ണികൃഷ്ണൻ, ദാമോദര ലീല, അങ്ങനെ അനേകം ഭഗവാന്റെ ലീലകളെല്ലാം ആലേഖനം ശില്പരൂപേണ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ള ഉദ്യാനത്തിലൂടെ നമുക്ക് അകത്തേക്ക് കടന്ന് രാധാകൃഷ്ണന്മാരെ തൊഴാം. മുകളിൽ ശ്രീരാമനും സീതയും, താഴെ രാധയും കൃഷ്ണനും, അങ്ങനെ 2 നിലകളിലായിട്ട് വലിയൊരു അമ്പലമാണ്. വലിയ അമ്പലം എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിളിൽ തീർത്തിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രം, അത് കാണാൻ സാധിച്ചു. പിന്നെ കീർത്തി മന്ദിർ എന്ന് പറഞ്ഞിട്ട്, രാധാറാണിയുടെ അമ്മയുടെ പേരാണ് കീർത്തി മന്ദിർ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം. കുഞ്ഞു രാധാറാണിയും മടിയിൽ വെച്ചിരിക്കുന്ന കീർത്തി ദേവിയുടെ ആ ക്ഷേത്രത്തിലേക്ക് പോയി ഗോവർദ്ധന പർവ്വതം കണ്ടു. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത് ഈ ഗോവർദ്ധന പരിക്രമണം എന്ന് പറഞ്ഞിട്ട് കാൽനടയായിട്ട് ഗോവർദ്ധനത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ആളുകളുണ്ട്. 21 കിലോമീറ്റേഴ്സാണ് ഈ ഗോവർദ്ധന പരിക്രമണം ചെയ്യാനായിട്ട് വേണ്ടത്. സാധാരണ റോഡാണ് കേട്ടോ. ഈ റോട്ടിലൂടെയാണ് 21 കിലോമീറ്റർ നടന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത്. അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് നമസ്കാര പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്. ഈ 21 കിലോമീറ്റേഴ്സ് നമസ്കാര പ്രദക്ഷിണം ചെയ്യുന്നവരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവർക്കൊരു ഫോം, അതായത് ഒരു എന്താ പറയുക, തെർമോക്കോൾ പോലത്തെ ഒരു ഫോം ഉണ്ടല്ലോ, അത് വിരിച്ചിട്ട് അതിലാണ് അവർ നമസ്കരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ദീർഘദണ്ഡാണ് നമസ്കരിക്കുന്നത്. സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ ചെരിഞ്ഞാണ് ദീർഘദണ്ഡം നമസ്കരിക്കുന്നത്. അവരൊരു നാളികേരം അവരുടെ കയ്യിൽ കരുതുന്നുണ്ട്. എന്നിട്ട് നമസ്കരിക്കുമ്പോൾ ആ നാളികേരം കൈ നീട്ടി ആ നാളികേരം അവിടെ വയ്ക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അവരുടെ ആ നാളികേരത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങും. എത്ര നമസ്കാരം ചെയ്താലേ 21 കിലോമീറ്റർ അവർക്ക് പ്രദക്ഷിണം വെച്ച് വരാൻ സാധിക്കാല്ലേ? ഒരു ഫുൾ ഡേ ഉറപ്പായിട്ടും വേണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും കാൽനടയായിട്ട് പ്രദക്ഷിണം വെച്ചില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് കാൽനടയായിട്ട് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ഉറപ്പായിട്ടും ഒരു യാത്രയോ ഒരു സൈറ്റ് സീയിങ്ങോ ഒരു ക്ഷേത്ര ദർശനമോ ഒന്നും സാധ്യമാവില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാവരും ബൈ ഓട്ടോ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഗോവർദ്ധനം തൊടാൻ സാധിച്ചു, കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ പരിക്രമണം തുടങ്ങുന്നത് ഒരു ക്ഷേത്രത്തിൽ ഭഗവാൻ ഗോവർദ്ധനം എടുത്തുയർത്തിയ ആ ഭാഗത്ത് നിന്നാണ് പരിക്രമണം തുടങ്ങുന്നത്. അവിടെ വന്ന് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ടെമ്പിളിൽ തൊഴുതു. അതേമാതിരി തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഗോവർദ്ധന ആരതി നടക്കും. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ആരതിയുടെ സമയമായിട്ടില്ല, ഏതാണ്ട് ഒരു 4 മണി ആ സമയത്ത് എത്തിയിട്ടുണ്ട്. 6 മണിക്ക് ശേഷമാണ് ആരതി നടക്കുന്നത്. ആരതി നടക്കാനൊരു പ്രത്യേക സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കണ്ടു തൊഴുത് നമസ്കരിച്ചു. അതുപോലെ തന്നെ ഗോവർദ്ധനോദ്ധാരണം അവിടെ ഇരുന്ന് ചൊല്ലാൻ സാധിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അനേകം സ്ഥലം കണ്ടു കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും. കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഒരു നന്ദഗേഹം, അത്
പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോയതിൽ വെച്ചിട്ട് ആ പുരാതനമായ സ്ഥലങ്ങളിൽ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ നന്ദഗാവാണ്. ഈ നന്ദഗാവിലേക്ക് അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുട്ടിലിഴഞ്ഞ് അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു ഞങ്ങളോട്. എല്ലാവരും ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണോ അകത്തേക്കും പുറത്തേക്കും കടക്കാറുള്ളത് അതേമാതിരി മുട്ടിലിഴഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മുട്ടിലിഴഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ എല്ലാവരും ഉണ്ട്. പ്രതിഷ്ഠാ രൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലരാമൻ, യശോദമ്മ, നന്ദഗോപരെ എല്ലാവരെയും കണ്ടു തൊഴുതു. ഓരോ തൂണുകളും ഭഗവാൻ ഓടിക്കളിക്കുമ്പോൾ വെണ്ണ പുരട്ടിയ തൂണുകളാണെന്നാണ് പറയാറ്. യശോദമ്മ ഇവിടെ ഇരുന്നാണ് വെണ്ണ തൈര് കലക്കിയിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഭഗവാൻ വെണ്ണ എടുത്ത് കെട്ടുകൊണ്ട് ഓടുമ്പോൾ കയ്യിലുണ്ടായിരുന്ന വെണ്ണ തേച്ച ആ ഒരു തൂണുകളാണെന്ന് പറഞ്ഞു. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഭഗവാനെ ഒരലിൽ ബന്ധിച്ച സ്ഥലം അത് കണ്ടു. ലൂകലബന്ധനം നടന്ന ആ ഒരു സ്ഥലം അത് കണ്ടു. ഭഗവാനെ നാമകരണം ചെയ്ത സ്ഥലം കണ്ടു. പിന്നെ ഭഗവാൻ ഓടിക്കളിച്ച മണ്ണ് അല്ലെങ്കിൽ മണ്ണ് വാരി തിന്ന കഥയൊക്കെ നമുക്കറിയാമല്ലേ. ഭൂലോകം മുഴുവൻ കണ്ട ആ മണ്ണ് വാരി തിന്ന കണ്ണൻ്റെ രമൺ രത്തിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രമൺ രത്തിയിൽ പോയതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മണ്ണിലൊന്ന് തൊടാൻ സാധിച്ചു. പലരും കിടന്ന് ഉരുണ്ടു കേട്ടോ. കുറേ പേര് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് മണ്ണൊക്കെ ഇങ്ങനെ വെതറിയിട്ടുണ്ടായിരുന്നു. അതൊരു നമ്മളെവിടെയും കണ്ടിട്ടില്ല, വേറെ എവിടെയും കാണാത്ത തരത്തിലുള്ള മണ്ണ് തന്നെയാണത്, പറയാതിരിക്കാൻ വയ്യ. ആ മണ്ണ് കണ്ടാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ നല്ല ആരും ഒന്ന് കളിച്ചു പോകുമെന്ന് പറയില്ലേ, അത്ര നല്ല പഞ്ചാര മണലായിരുന്നു. നല്ല മണ്ണ് പറഞ്ഞാൽ അത്രയും നല്ല മണ്ണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോയി. കുറേ എനിക്ക് ഓർമ്മയില്ല. ഓരോന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിലേക്ക് വീഡിയോ എത്തുമ്പോൾ ഇതിൻ്റെ സ്ഥലമാണ് എന്ന് ഓർക്കാൻ വേണ്ടി എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ 20 വർഷത്തെ എൻ്റെ ആഗ്രഹമാണ് ഇവിടെ സാധ്യമായത്. വലിയ 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 സന്തോഷമുണ്ട്. എത്ര സന്തോഷം പറഞ്ഞാലും തീരില്ല. പിന്നെ മധുരയിൽ വന്ന് കംസൻ്റെ ജയിലറ, അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ജനിച്ച ജയിലറ, ആ ജയിലറ കാണാൻ സാധിച്ചു. അവിടെ അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം ആ ജയിലറയുടെ പുറത്ത് അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നമുക്ക് മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടുത്തെ ഒരു ഷൂട്ടും ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് അഘാസുരൻ്റെ വായിലൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അഘാസുരൻ ഇങ്ങനെ വായ തുറന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അകത്തേക്ക് പോവാം. അവിടെ അഘാസുരൻ്റെ വായിൽ അകപ്പെട്ട ഗോപന്മാരെ രക്ഷിക്കാനെത്തുന്ന കണ്ണൻ, ഗോവർദ്ധനോദ്ധാരണം, കാളിയമർദ്ദനം, യശോദ കൃഷ്ണൻ, അങ്ങനെ അനേകം ലീലകൾ അതിനകത്ത് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ആ ഒരു ഗുഹയിലൂടെ ഭഗവാന്റെ എല്ലാ ലീലകളും ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിച്ചു. പിന്നെ ഒരു ശാരദാം എന്ന് പറഞ്ഞിട്ട് അവിടെ 4 ക്ഷേത്രങ്ങൾ ഒന്നിച്ചു കൂടിയ അതൊരു മോഡേൺ സ്ഥലമാണ് കേട്ടോ. അതായത് ഈ അടുത്ത കാലത്ത് മാത്രം, എനിക്ക് തോന്നുന്നു 2012 അങ്ങനെ എപ്പോഴുമാണ് അത് നമ്മുടെ ഭക്തജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അവിടെ ശനിധാം, ശിവധാം, രാധാകൃഷ്ണധാം, ദുർഗാധാം, ഇങ്ങനെ 4 ധാമാണുള്ളത്. ധാം എന്ന് പറഞ്ഞാൽ മന്ദിരം, അതായത് ക്ഷേത്രം. അപ്പോൾ ശനിക്കൊരു ക്ഷേത്രം, ഞാൻ ആദ്യമായിട്ടാണ് ശനീശ്വരൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ശനീശ്വരൻ്റെ വലിയൊരു ശില്പവും ക്ഷേത്രവും അങ്ങനെ ചുറ്റും ഒരു വട്ടത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ശനീശ്വരൻ്റെ ഓരോ ഭാവങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശിവധാം, മഹാദേവൻ്റെ പല ഭാവങ്ങളും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കാളകൂട വിഷം അകത്താക്കാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തൊണ്ട വരെ എത്താനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കാളകൂട വിഷമൊക്കെ. അതൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുള്ള നിറയെ ശിവലിംഗങ്ങളുള്ള നല്ലൊരു ശിവധാം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ദുർഗാധാം. ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ഒരു ഗുഹയുണ്ടായിരുന്നു അവിടെ. ആ ഗുഹയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവതി അമ്മയുടെ ഈ നവരാത്രി കാലത്ത് നവദുർഗാ സങ്കല്പങ്ങളിൽ ഓരോരുത്തരെയും നമ്മൾ പറയാറുണ്ടല്ലോ, ആ നവദുർഗാ ഭഗവതിമാരെയും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ ഭഗവതിയുടെ ഓരോ സിദ്ധിദാത്രി, കാളരാത്രി എന്നൊക്കെ പറഞ്ഞ് കൂശ്മാണ്ഡ, അങ്ങനെ നമ്മൾ അനേകം വിധത്തിൽ ദേവി ആരാധന ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ആ ദേവിമാരെ മുഴുവനും നമുക്ക് ആ ഗുഹയ്ക്കകത്ത് കാണാൻ സാധിക്കും. അതേമാതിരി തന്നെ വലിയൊരു ദുർഗാപ്രതിഷ്ഠയോട് കൂടിയിട്ടാണ് ആ ഒരു അമ്പലം കാണാൻ സാധിക്കുക.
പിന്നെ നമ്മുടെ രാധാകൃഷ്ണന്മാർ, ഏതാണ്ട് ഒരു 12 അടി ഹൈറ്റിലുള്ള രാധയും കൃഷ്ണനെയും നമുക്ക് കാണാൻ സാധിക്കും അവിടെ. എന്തൊരു ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കണേന്നറിയോ, എന്തൊരു ഭംഗിയാണ്. എല്ലാ ഉണ്ണികൃഷ്ണന്മാരെയും കണ്ടാലും കണ്ടാലും മതിയാവില്ല, അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണന്മാരെ കാണാൻ സാധിച്ചു. പിന്നെ ഇതൊന്നും അല്ലാത്ത അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ഹോൺ അടിക്കുന്നതിന് പകരം വരെ അവർ രാധേ 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 എന്നാണ് പറയുക. രാധാദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് വൃന്ദാവനം എന്ന് നമുക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ അവിടെയുള്ള ഞങ്ങൾക്ക് മിസ് ചെയ്തൊരു സ്ഥലം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിസ് ചെയ്യാൻ ആഗ്രഹിക്കാതെ മിസ് ചെയ്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബർസാനയിലെ രാധാദേവിയുടെ അമ്പലമാണ്. അവിടെ പോകാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ട കാരണം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല കേട്ടോ. ബാക്കി വൃന്ദാവനത്തിൽ കണ്ടതെല്ലാം ഭഗവാൻ അനുഗ്രഹം, കാണാത്തത് ഇനി വരുന്ന കാലത്ത് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഇനിയും ഒരുപാട് പാണ്ഡീരവനം, രാധാകൃഷ്ണന്മാരുടെ ആ സംഗമ സ്ഥലം, അങ്ങനെ അനേകം സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. അതൊക്കെ കാണണമെങ്കിൽ ഇനിയും വൃന്ദാവനത്തിലേക്ക് പോകണം. അനേകം പേര്, എൻ്റെ ചേച്ചിയുടെ മധുരയിലൊക്കെ അനേകം തവണ വൃന്ദാവനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്രയൊക്കെ തവണ പോകാൻ മാത്രം ഇത്രയൊക്കെ കാണാനുണ്ടോ എന്ന്. പക്ഷെ എത്ര കണ്ടാലും ഇനിയും കാണാൻ ബാക്കിയുണ്ടാവും. അതാണ് വൃന്ദാവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൽ വേറെ കുറച്ച് നെഗറ്റീവ്സ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ നെഗറ്റീവ് കാണാൻ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക, അങ്ങനെ നോക്കാതിരിക്കണം എന്നാണ് പറയുക. പക്ഷെ ആ ഗലികളിലൂടെയുള്ള യാത്രയിൽ കുറച്ചുകൂടിയൊക്കെ വൃത്തിയാക്കാമായിരുന്നു. ആരാണ് വൃത്തിയാക്കേണ്ടത്? നമ്മളാണ് വൃത്തിയാക്കേണ്ടത്. അവിടെ ബാങ്കേ ബിഹാരി ടെമ്പിളിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ബാങ്കേ ബിഹാരി ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ, അവിടുത്തെ കറുത്ത രൂപത്തിലുള്ള വലിയ ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് കേട്ടോ. അവിടേക്കുള്ള കുതി നിൽക്കുന്ന കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണനെ ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് നോക്കി നിന്ന് ഒരു ഉണ്ണി നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ കൂടെ പോത്രേ. അത്രയ്ക്ക് എന്താ പറയുക, കരുണാർദ്ര മനസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ഈ ബാങ്കേ ബിഹാരി. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഈ 2 മിനിറ്റ് കൂടുമ്പോൾ കർട്ടൻ ഇടും ഭഗവാനെ കാണുന്നതിൽ. അതിനുശേഷമാണ് കർട്ടൻ തുറക്കുള്ളൂ. ഈ 2 മിനിറ്റിനകം നമുക്ക് പ്രാർത്ഥിച്ച് ഭഗവാനെ വിളിക്കാനുള്ള സമയം കിട്ടില്ല അത്രേ. വിളിച്ചു കഴിഞ്ഞാൽ കൂടെ പോരും. അങ്ങനെയാണ് അത്ര ഉണ്ണികൃഷ്ണൻ നിൽക്കണേ. അപ്പോൾ ആ ഉണ്ണികൃഷ്ണനെ തൊഴുതു. ഇസ്കോൺ ടെമ്പിളിൽ പോയി. ഇസ്കോൺ ടെമ്പിളിൽ വേറൊരു വൈബായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നാമം ജപിച്ചിങ്ങനെ പാട്ടും ഡാൻസും കൂത്തും ഒക്കെ ആയിട്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഇനിയും വൃന്ദാവനത്തിൽ അനേകം കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ തരാവട്ടെ അല്ലേ നമുക്ക്. ഇത്ര തന്നെ തരായത് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ തിരിച്ചെത്താൻ സാധിച്ചു. അനേകം അമ്മമാർ, അനേകം സാർമാർ, നല്ല പ്രായമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളില്ലാതെ തിരിച്ചെത്താൻ സാധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കാര്യം. അത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വന്ന ഇത്ര വലിയ ക്രൗഡായത് കാരണം എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും വിഷമമുണ്ടാവും മനസ്സിൽ. കാരണം കുറച്ചും കൂടിയൊക്കെ സവിത കഥ പറഞ്ഞ് അടുത്തിരിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അവരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി, അതിനുശേഷം ഞങ്ങൾ ഹരിദ്വാറിൽ പോയി രാവിലത്തെ ഗംഗാരതി കണ്ടു. വൈകിട്ട് ഋഷികേശിലെത്തി. ഋഷികേശിൽ ഗംഗയിൽ മുങ്ങാൻ തരായി ശരിക്കും ഐസ് വാട്ടറിൽ അങ്ങോട്ട് മുങ്ങി എന്ന് പറയില്ലേ, അങ്ങനെ മുങ്ങി. അതിനുശേഷം അവിടുത്തെ ഗംഗാരതി കണ്ടു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഗംഗ അത് ഋഷികേശിലെ ഗംഗ തന്നെയാണ്. ഋഷികേശിലെ ഗംഗ ആരതി ഇത് രണ്ടും വളരെ ഗംഭീരമായിട്ട് കാണാൻ സാധിച്ചു. നമ്മുടെ നിലാതീരത്തുള്ള ഗംഗാ ആരതി ഉണ്ടല്ലോ, എനിക്ക് ഇത്ര ഭംഗിയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ഓപ്പോസിറ്റ് അവിടെ ആരതി നടക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുകയാണ് ചെയ്തത്. പക്ഷെ ഇത് തൊട്ടടുത്ത് നിന്ന് കണ്ടു. തൊട്ടടുത്ത് ഗംഗാമാതാവിനെ തൊട്ടുകൊണ്ട് ആരതി കാണാൻ സാധിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഇതൊക്കെയാണ് ആ ബ്രീഫിംഗ്. അതുപോലെ തന്നെ അവിടെ ദേശീയ ഗാനാലാപനം ഉണ്ടായിരുന്നു ഋഷികേശിൽ. ദേശീയ ഗാനാലാപനം അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, പൊട്ടിത്തെറിപ്പാണ് മേലാകെ എന്ന് പറയില്ലേ, അതാണ് അവിടെ. ദേശഭക്തി, അതായത് ദൈവഭക്തിയുടെ കൂടെ തന്നെ ദേശഭക്തി എന്ന് പറയുന്നത് വലിയ കാര്യം കേട്ടോ. അത് അവിടെ നിന്നാണ് പഠിക്കേണ്ടത്. അത് ശരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കാളും നോർത്ത് ഇന്ത്യൻസ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് വേണ്ടത് തന്നെയാണെന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു യാത്രയുടെ ഒരു ചുരുങ്ങിയ വിവരണം. ഇതൊക്കെ ലൈവിൽ വന്ന് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇനിയും ഒരുപാട് ദിവസം കഴിയും ഞാൻ ലൈവിൽ വരണമെങ്കിൽ. എൻ്റെ ഹെൽത്ത് ഓക്കെ ആവണം, കുട്ടികൾക്ക് ഹെൽത്ത് പ്രശ്നമൊന്നുമില്ല, കുട്ടികളുടെ സമയങ്ങൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ആ ഒരു വൃന്ദാവന യാത്രയുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല, ചോദ്യങ്ങളില്ല. ഒരുപാട് പേര് താഴെ കമൻ്റായിട്ട് ഈ ചേച്ചി എന്താ ഉത്തരം തരാത്തത് എന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ യാത്രയിലായ കാരണം കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല, ഇത് എന്നോ ചെയ്തു വെച്ച വീഡിയോ ആണ് എന്നുള്ളതൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാം. തൽക്കാലം ഇന്ന് ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സാധിക്കട്ടെ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.